തമിഴ്നാട്ടിലെ ചുവന്ന തുരുത്തായ മധുരയിൽ CPM പാർട്ടി കോൺഗ്രസിന് നാളെ കൊടിയുയരും. EMSന് ശേഷം കേരളത്തിൽ നിന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്നത് മധുര പാർട്ടി കോൺഗ്രസിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നുണ്ട്. ഉന്നത നേതൃനിരയിൽ കേരള ഘടകം കൂടുതൽ പ്രാതിനിധ്യവും പ്രതീക്ഷിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം മധുര വീണ്ടും ചുവപ്പണിഞ്ഞു. 23-ാം പാർട്ടി കോൺഗ്രസിൽ നിന്ന് 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ തീരാനഷ്ടം 2 പേരാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും. സമ്മേളന നഗരി യെച്ചൂരിയുടെ പേരിലാണ്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദി കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലും. സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സമ്മേളന നഗരി. ഇന്ന് ഇന്ത്യയിൽ CPM ആണ്. ആ CPM ശക്തിപ്പെടണം, കരുത്താർജിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ സമ്മേളനത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും. യെച്ചൂരിയുടെ വിയോഗത്തോടെ ഒഴിഞ്ഞുകിടക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുൻമന്ത്രിയും PB അംഗവുമായ MA ബേബി എത്തുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. 2012 മുതൽ PBയിലുള്ള MA ബേബി ജനറൽ സെക്രട്ടറി ആകണമെങ്കിൽ പിണറായി വിജയന്റെയും കേരള ഘടകത്തിന്റെയും പരിപൂർണ പിന്തുണ വേണം. ബേബി ജനറൽ സെക്രട്ടറി ആയാൽ EP ജയരാജന് പോളിറ്റ് ബ്യൂറോയിലെത്താം. പ്രായപരിധി പിന്നിട്ടതോടെ AK ബാലനും PK ശ്രീമതിയും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിയും. കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവുമുണ്ട്. അതിലേക്ക് ആരൊക്കെ എത്തുമെന്നതും രാഷ്ട്രീയ കൗതുകമാണ്. LDF കൺവീനർ ആയതിനാൽ TP രാമകൃഷ്ണന് സാധ്യതയേറെ. മന്ത്രിമാരായ VN വാസവനും PA മുഹമ്മദ് റിയാസും പരിഗണിക്കപ്പെടാം. PK ശ്രീമതിക്ക് പകരം J മേഴ്സിക്കുട്ടി അമ്മയ്ക്കും TN സീമയ്ക്കും കേന്ദ്ര കമ്മിറ്റിയിൽ സാധ്യതയുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ 75 പിന്നിട്ട 7 നേതാക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് പിണറായി വിജയന്റേതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തിന് പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചിരുന്നു. ഇക്കുറി ആർക്കൊക്കെ ഇളവ് ലഭിക്കും, ആരൊക്കെ ഒഴിയുമെന്നതും കാണണം. മധുരയിൽ നിന്നും സജികുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.